ഒരു ആത്മിക പിതാവ് തിമോത്തിയോസ് ആരാകണം, ആരാകരുത് എന്നുള്ള ചില തലങ്ങളെ ചിന്തിച്ച് വേഗം വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 തിമോത്തിയോസ് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസിന് വേണ്ടി എഴുതപ്പെട്ട ആ ലേഖനത്തിൻ്റെ അകത്ത് തിമോത്തിയോസിനെ സംബന്ധിച്ച് വളരെ കാര്യമായി എഴുതപ്പെട്ടിരിക്കുന്ന ധാരാളം ചിന്തകളുണ്ട്. 2 തിമോത്തിയോസിലും എഴുതപ്പെട്ടിരിക്കുന്ന ധാരാളം ചിന്തകളുണ്ട്. ഈ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് വേണ്ടി 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം കാരാഗ്രഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ച് ശക്തമായൊരു ജൈത്രയാത്ര നടത്തുന്ന കാലഘട്ടമാണ്. എന്നാൽ 2 തിമോത്തിയോസ് വളരെ കാര്യമായി എഴുതുന്ന ആ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൻ്റെ അകത്താണ്. കാരാഗ്രഹത്തിൻ്റെ അകത്ത് ബന്ധനസ്ഥനായി കഴിയുമ്പോഴും ഈ 2 തിമോത്തിയോസാണ് അപ്പോസ്തലനായ പൗലോസ് ഒടുവിലായി ഒരു ഫൈനൽ എപ്പിസ്റ്റൽസായി എഴുതപ്പെടുന്ന പ്രധാനപ്പെട്ട ആ ലേഖനം. ആ ലേഖനം എഴുതുമ്പോൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഈ അപ്പോസ്തലനായ തിമോത്തിയോസ് ആരാകണമെന്നുള്ള ആഗ്രഹത്തോടെ വളരെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ധാരാളം ചിന്തകൾ ഈ 1 തിമോത്തിയോസിലും 2 തിമോത്തിയോസിലും വ്യക്തമായി മനസ്സിലാക്കാനായി കഴിയും. 1 തിമോത്തിയോസും 2 തിമോത്തിയോസും എഴുതപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 2-3 വർഷങ്ങൾ മാത്രമാണ്. ഇടയ്ക്ക് ഒരു ഇടക്കാലം ഗ്യാപ്പ് എന്ന് പറയുവാൻ കഴിയുന്ന ഭാഗങ്ങൾ. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. നിജപുത്രനായ തിമോത്തിയോസിന്, ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിൽ വളരെ വേഗത്തിൽ പറഞ്ഞ ട്രൂ സൺ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. എന്നാൽ 2 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായത്തിൽ ഈ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത നിജപുത്രൻ എന്നല്ല, പ്രിയപുത്രൻ, ദ ബിലൗഡ് സൺ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ 1 തിമോത്തിയോസിൽ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് നിജപുത്രൻ, ട്രൂ സൺ എന്ന. എന്നാൽ 2 തിമോത്തിയോസിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത് പ്രിയപുത്രൻ എന്ന. അപ്പം 2-3 വർഷത്തിനുള്ളിൽ ആത്മിക മണ്ഡലത്തിൽ വന്ന മാറ്റങ്ങൾ, പേരിന് പോലും മാറ്റങ്ങൾ വരുത്തുവാൻ കർത്താവ് ഇടയാക്കി. ഈ തെക്കൻ മേഖലയിൽ പാസ്റ്റർ പി കെ യേശുദാസിന്റെ കയ്യിൽ അസാധാരണമായി പണമുള്ളത് കൊണ്ടോ 100-300 സഭകൾ, 14 സെക്ഷനുകൾ, സാധാരണമായി സാമ്പത്തിക ഭദ്രതകൾ ഉള്ളത് കൊണ്ടോ ഒരു ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷൻ അല്ല. ഇവിടെ മുൻപേ കർത്താവിന്റെ ദാസന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ ഈ തലമുറയിൽ ശക്തരായ ചില തിമോത്തിയോസുമാർ എഴുന്നേൽക്കേണ്ടതിന് ഇവിടെ പണം മുടക്കുമ്പോൾ, കർത്താവിന്റെ ദാസന്മാർ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് വ്യർത്ഥമല്ല എന്ന് ഇന്ന് പകൽ എന്നോട് ചേർന്ന് തിരിച്ചറിയുന്നവർ ഈ യോഗത്തിന്റെ അകത്തുണ്ടെങ്കിൽ കരങ്ങളെ തട്ടിയോ, കരങ്ങളെ ഉയർത്തിയോ, കരങ്ങളെ വീശിയോ, എത്ര പേർക്ക് ഇന്ന് പകൽ കർത്താവിന് മഹത്വം കൊടുക്കാൻ ആത്മാവിൽ നിയോഗമുണ്ട്. അടുത്ത 1 പതിറ്റാണ്ട് കഴിയുമ്പോൾ, 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ എന്നോട് ചേർന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിയോഗമുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന കസേരകളിൽ ഇന്ന് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, UPS പഠിക്കുന്ന, LPS പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന, സെക്കൻഡറിയിൽ പഠിക്കുന്ന, UGക്ക് പഠിക്കുന്ന, PGക്ക് പഠിക്കുന്ന ചില ശക്തന്മാരെ ഇതിന്റെ അകത്ത് ശക്തരായി, അഭിഷക്തന്മാരായി ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന കർത്താവിന്റെ ദാസീദാസന്മാർ ഇന്ന് പകൽ ഈ ഹല്ലേലൂയ മേഖല വാർഷികത്തിന്റെ അകത്തുണ്ടെങ്കിൽ 2 കരങ്ങൾ ചേർത്തടിച്ച് ശക്തിയോടെ ആത്മാവിൽ പറഞ്ഞാട്ട് എഴുന്നേൽപ്പിക്കുന്ന കാലങ്ങൾ വിദൂരമല്ല. ഞാൻ നിൽക്കുന്നില്ല, അടുത്ത ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ കടന്നു പോകുക. അപ്പൊ 1-ാമത്തെ ചിന്ത എല്ലാവരും ഹൃദയത്തിന്റെ അകത്തൊന്ന് കുറിച്ചിടണം. തിമോത്തിയോസിന് എഴുതുന്ന 1-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിളിക്കുകയാ നിജപുത്രൻ. 2-ാമത്തെ ലേഖനത്തിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യുകയാ ദ ബിലൗഡ് സൺ, പ്രിയപുത്രൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. അടുത്ത ചിന്തകൾ ഈ തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ വളരെ കാര്യമായി പറയുന്ന ധാരാളം ചിന്തകളുണ്ട്. 1 തിമോത്തിയോസിന് വളരെ കാര്യമായി പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോ ആജ്ഞ എന്ന ഈ 1 തിമോത്തിയോസിൽ പല ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന ധാരാളം പദങ്ങൾ, ഏതാണ്ട് 7 പ്രാവശ്യം അവിടെ ആജ്ഞ 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 എന്ന് ആധികാരികമായി പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം
ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. അപ്പം ഈ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന ഒന്നാമത്തെ ലേഖനം ആജ്ഞയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. എന്നാൽ രണ്ടാമത് തിമോത്തിയോസിന് ഈ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആജ്ഞ എന്ന പദമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ വളരെ കാര്യമായി എഴുതിയിരിക്കുന്ന പദപ്രയോഗം ദൈവത്തിൻ്റെ ഇഷ്ടമെന്നുള്ളതാ. അപ്പൊ ആജ്ഞയിൽ നിന്ന് മാറി ഈ തിമോത്തിയോസിന് രണ്ടാമത് ലേഖനം എഴുതുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമായി മാറുന്ന ചില തലങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. ഞാൻ നിൽക്കുന്നില്ല. ഈ ഒന്നാമത്തെ തിമോത്തിയോസിന് എഴുതുന്ന ആ ലേഖനത്തിന്റെ അകത്ത് വളരെ ആധികാരികമായി പറയപ്പെടുന്ന മറ്റൊരു ചിന്ത, ഒരു യജമാനൻ ദാസനോട് ആജ്ഞാപിക്കുന്നത് പോലെയുള്ള ആജ്ഞകളാണ് 1 തിമോത്തിയോസിൽ എഴുതപ്പെട്ട ഏറെക്കുറെ വാക്യങ്ങളും. എന്നാൽ 2 തിമോത്തിയോസ് വളരെ കാര്യമായി അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, ഒരു യജമാനൻ ദാസനോട് ആജ്ഞാപിക്കുന്നത് പോലെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു പിതാവ് മകനോട് സംസാരിക്കുന്നത് പോലെയാ തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ ആധികാരികമായി വചനത്തിന്റെ വെളിപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ ഈ CA വാർഷികത്തിൽ വന്ന എത്ര കർത്താവിന്റെ ദാസന്മാർ, എത്ര വിശ്വാസി സമൂഹങ്ങൾ, എത്ര ദൈവത്തിന്റെ മക്കൾ, എത്ര പാസ്റ്റർമാർ ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് ഏറ്റെടുത്ത് ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ നിയോഗമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് ദൈവം ഇടപെടുന്ന ഇടപെടിയില് ഒരു യജമാനൻ ദാസനോട് ഇടപെടുന്നത് പോലെയല്ല, ഒരു അപ്പൻ മകനോട് ഇടപെടുന്നത് പോലെ. കമാൻ, അതരങ്ങൾ തുറന്ന് ചേർന്ന് ഒന്ന് ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒരു അപ്പൻ മകളോട് ഇടപെടുന്നത് പോലെ എത്ര പേർക്ക് പകൽ അതരങ്ങൾ തുറന്ന് ശക്തിയോടെ കർത്താവിന് ഈ വാർഷികത്തിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ നിയോഗമുണ്ട്. അതരം പൂട്ടിവെക്കാതെ ആ കരങ്ങൾ ഒന്ന് ശക്തമായി ചേർത്തടിച്ച് ആത്മനിയോഗത്തോട് വിളിച്ചു പറ, ഈ തലമുറയിൽ എന്റെ സഭയ്ക്കകത്തുള്ള യങ്സ്റ്റേഴ്സിനോട് ആരാധ്യനായി ദൈവം ഇടപെടുന്നത് ഒരു യജമാനൻ ദാസനോട് ഇടപെടുന്നത് പോലെയല്ല. എന്റെ സെക്ഷനിൽ ഈ യങ്സ്റ്റേഴ്സിനോട് യജമാനൻ ദാസനോട് ഇടപെടുന്നത് പോലെയല്ല. ഈ തലമുറയിൽ ആരാധ്യനായി ദൈവം ഇടപെടാൻ പോകുന്നത് ഒരു അപ്പൻ മകനോട് ഇടപെടുന്നത് പോലെ, ഒരു അപ്പൻ മകളോട് ഇടപെടുന്നത് പോലെ, പിതാവ് മക്കളോട് ഇടപെടുന്നത് പോലെ. കമാൻ, 2 കരങ്ങൾ ചേർത്തടിച്ച് ശക്തമായി വിളിച്ചു പറ, ഈ തലമുറയിൽ എന്റെ ദൈവം ഇടപെടാൻ പോകുകയാ. ഞാൻ നിൽക്കുന്നില്ല. അടുത്ത ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ ഞാൻ കടന്നു വരികയാണ്. 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന് 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന പ്രധാനപ്പെട്ട ചിന്ത. അവിടെ അതിൻ്റെ 2-ാമത്തെ ഭാഗങ്ങൾ, എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുകയാണ്. അപ്പോൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം അല്ലെങ്കിൽ 7-ാമത്തെ വാക്യം, ആ വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, ഒരു ഭക്തനാകുവാനുള്ള ശ്രമം നടത്തുവാനാണ് 1 തിമോത്തിയോസിൽ വളരെ കാര്യമായി തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് താല്പര്യപ്പെടുന്ന പ്രധാനപ്പെട്ട ചിന്ത. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് 2-ാമത് ലേഖനം എഴുതുമ്പോൾ ഭക്തൻ ആകുവാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതല്ല അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസിൽ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചിന്ത. ഭക്തനായി ജീവിക്കുന്നത് കൊണ്ട് അനുഭവിക്കുന്ന പല കഷ്ടതകൾ കടന്നു വരും. പക്ഷെ ആ കഷ്ടതയിൽ നീ ഒറ്റയ്ക്കല്ല. സ്വർഗത്തില് ആരാധ്യനായ ദൈവം കൂടെയുണ്ട്. ഈ മേഖല ഒരുപക്ഷെ വാർഷികം നടത്തുമ്പോൾ നിന്ദകൾ കേൾക്കാം, ആക്ഷേപങ്ങൾ കേൾക്കാം, അപവാദങ്ങൾ കേൾക്കാം, ഇല്ലായ്മ വല്ലായ്മകൾ കാണാം. പല സെക്ഷനുകൾ സിയുടെ അധ്യക്ഷന്മാരായി കർത്താവിന്റെ ദാസന്മാർ ഭക്തിയോടെ അവരുടെ മക്കൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കേണ്ട, അവരുടെ മക്കളുടെ സംധാരണത്തിന് ആവശ്യമുള്ള തുകയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ കാത്തിരിക്കുന്ന നിന്ദയും ആക്ഷേപവും പരിഹാസവും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത ഈ വാർഷികത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. അതിന്റെ നടുവിൽ മുടക്കുന്ന ഓരോ പണത്തിനും നിങ്ങൾ എന്നോട് ചേർന്ന് വിശ്വസിപ്പാൻ കരുത്തുണ്ടോ? ശക്തരായ ചില ചെറുപ്പക്കാരെ അടുത്ത തലമുറ
ഈ തലമുറയിൽ എന്നെ സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ, അഭിഷക്തന്മാർ നിന്ന കേൾക്കട്ടെ, അഭിഷക്തന്മാർ പടി കേൾക്കട്ടെ, അഭിഷക്തന്മാർ ദൂഷി കേൾക്കട്ടെ. ഇല്ലായ്മ, വല്ലായ്മ, പട്ടിണി, പൈതാഹ, പരിവട്ട, ദാരിദ്ര്യങ്ങളിലൂടെ ഒരുപക്ഷെ ദൈവദാസന്മാർ മുൻപിലേക്ക് കടന്നു പോകട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ചേർന്ന് പറയാൻ ആത്മാവിൽ നിയോഗമുണ്ട്? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിലിട്ട് വെച്ച് പോകുന്ന ദൈവമല്ല, അവൻ എന്റെ ഉപനതി അന്ത്യത്തോളം നടത്താ എന്റെ ദൈവ സർവശക്തനെന്ന് വിശ്വസിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ മക്കൾ ഇന്ന് പകലിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു നാണക്കേട് കൂടാതെ ഈ ഉച്ച സമയത്ത് വാർഷികത്തിൽ ഉള്ള ദൈവത്തിന്റെ ദാസന്മാർ ചേർന്ന് പറഞ്ഞാട്ട്, എന്റെ ദൈവ ഇന്ന് പകൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പകല. ഞാൻ നിൽക്കുന്നില്ല, അടുത്ത ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരിക. അപ്പൊ 2-3 ചിന്തകളാണ് അവിടെ വളരെ കാര്യമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ ഇടയായത്. അപ്പൊ 1 തിമോത്തിയോസിൽ വളരെ കാര്യമായി വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത ഭക്തനാകുവാനുള്ള ശ്രമം നടത്തുക. 2 തിമോത്തിയോസിൽ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത ഭക്തനായി ജീവിക്കുന്നത് കൊണ്ട് അനുഭവിക്കുന്ന ചില കഷ്ടതകളെ കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ചില സ്വഭാവത്തെക്കുറിച്ച് വളരെ കാര്യമായി ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1 ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാം വായിക്കാൻ ഇന്ന് പകൽ സമയമില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഹൃദയ പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈക്വൽ മൈൻഡഡ്. അപ്പോസ്തലനായ പൗലോസ് പറയാ, എനിക്ക് തുല്യചിത്തന എൻ്റെ നിജപുത്രൻ അല്ലെങ്കിൽ എൻ്റെ പ്രിയപുത്രനായ തിമോത്തിയോസ്. ഒരു ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള ഈ കർത്താവിന്റെ ദാസന്മാർ അടുത്ത ഒരു തലത്തിലേക്ക് കടന്നു പോകും. CA-യുടെ അധ്യക്ഷന്മാർ ഒരു പക്ഷേ മുമ്പ് ബിജുദാനം പാസ്റ്റ് പറഞ്ഞതുപോലെ ഔദ്യോഗിക തലങ്ങളിലേക്കൊക്കെ എത്തപ്പെടാൻ വരും വർഷങ്ങളിൽ സാധ്യതകളുണ്ട്. പക്ഷേ ഇതുപോലെ ആത്മഭാരത്തോടെ പ്രവർത്തിക്കുന്ന, നിങ്ങളെപ്പോലെ ഉഷാറായി നിൽക്കുന്ന, നിങ്ങളെപ്പോലെ ഉത്സാഹികളായി നിൽക്കുന്ന, ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള ചില അപ്പോസ്തലന്മാരെ, ചില ഉപദേഷ്ടാക്കന്മാരെ, ചില പ്രവാചകന്മാരെ, ചില സുവിശേഷകന്മാരെ, ചില ഇടയന്മാരെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചേർന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് ആത്മാവിൽ കരുത്തുണ്ട്? ഈ തെക്കൻ മേഖലകളെ ഇളക്കി മറിക്കാൻ മുമ്പേ അജീഷ് പലതവണകൾ പറഞ്ഞതുപോലെ, ചരിത്രമുറങ്ങുന്ന കാട്ടാക്കടയുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി വക്താക്കളാകാൻ ഈ ഇരിക്കുന്ന പാസ്റ്റർമാരെ പോലെ, ഇതിന്റെ അകത്തിരിക്കുന്ന പ്രസ്ബിറ്റർമാരെ പോലെ, ഇതിന്റെ അകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ പോലെ ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള തുല്യ ചിത്തരായ ചിലരെ എന്റെ സഭയ്ക്കകത്തുനിന്ന് സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന് എന്നോട് ചേർന്ന് വിശ്വസിപ്പാ എത്ര ദൈവത്തിന്റെ ദാസന്മാർ, എത്ര ദൈവത്തിന്റെ ദാസിമാർ ഇന്ന് പകൽ ഇതിന്റെ അകത്തുണ്ട്. അതരം പൂട്ടിവെക്കാതെ ഇന്ന് പകൽ ചേർന്ന് പറഞ്ഞാട്ട്, തുല്യ ചിത്തരായി എന്റെ സ്വർഗത്തിലെ ദൈവം ഈ കർത്താവിന്റെ ദാസന്മാർക്ക് ശേഷം ചിലരെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒരു സ്വഭാവത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈക്വൽ മൈൻഡഡ് ആയിട്ടുള്ള, തുല്യ ചിത്തരായിട്ടുള്ള ഒരു സ്വഭാവം. മറ്റൊരു സ്വഭാവം 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായി തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു സ്വഭാവം രേഖപ്പെടുത്തുകയാണ്. ഈക്വൽ ലിപ്ഡ് എന്ന് പറഞ്ഞാൽ തുല്യ അധരമുള്ളവൻ. അപ്പം ഈ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ സംബന്ധിച്ച് 2 സ്വഭാവങ്ങളാ ഇവിടെ ആധികാരികമായി വരച്ചു കാട്ടുന്നത്. ഒന്ന്, ഈക്വൽ മൈൻഡഡ്, തുല്യ ചിത്തനായ ഒരു ഭക്തനാകണം. മറ്റൊന്ന്, ഈക്വൽ ലിപ്ഡ്, തുല്യ അധരമുള്ളവൻ. പൗലോസിനെ പോലെ വചനം വിളിച്ചു പറഞ്ഞ രോഗികൾ സൗഖ്യമാകണം. പൗലോസിനെ പോലെ മിഷണറി യാത്രകൾ നടത്തുമ്പോൾ ദൈവപ്രവൃത്തി വിളിച്ചു പറയുന്ന ഒരു വക്താവായി തിമോത്തിയോസ് മാറണം. ഇന്ന് പകൽ എന്നോട് ചേർന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മാവിൽ നിയോഗമുണ്ട്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ പുത്രിമാർ സ്വപ്നങ്ങളെ കാണും. കുറെ പേർ ഇന്ന് പകൽ ഈ വാർഷികത്തിന്റെ അകത്തുണ്ട്. കമാൺ, അതരങ്ങൾ
വായകൾ തുറന്ന് പാസ്റ്റർമാരെ ചേർന്ന് പറയാ, കരുത്തുണ്ടോ? നിങ്ങൾ 6 അടി മണ്ണിന്റെ അടിത്തട്ടിൽ ഒതുങ്ങിയാലും, നിത്യവിശ്രാമത്തിലേക്ക് കടന്നുപോയാലും, ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് പറന്നകന്നാലും, എന്റെ ആധാരം പോലെ ഈക്വൽ ലിപ്റ്റായി എന്റെ തലമുറയിൽ ഒരുവനെ സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പകൽ ഒരു വചന വെളിപ്പാട് ഞാൻ വിളിച്ചു പറഞ്ഞ ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ഈ ഇരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ എത്ര പേർ പകൽ കർത്താവിന് മഹത്വം കൊടുക്കുക. പാസ്റ്റർമാരുടെ തലമുറകൾ പലർ ഇന്ന് പകൽ ഈ വേദിയിലുണ്ട്. മുമ്പേ പാസ്റ്റർ ബിജുദാനെ ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു പാസ്റ്ററുടെ മകന്. ഒരുപക്ഷെ നിത്യതയിൽ കടന്നുപോയോ ജീവനോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ തന്റെ തലമുറയിൽ ഒരു മകനെ പ്രസ്ബിറ്ററായി കാട്ടാക്കട സെക്ഷന് നേതൃത്വം നൽകുക. അദ്ദേഹത്തെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ മഷികാദാസ് ഒരു പാസ്റ്ററുടെ മകന്. പ്രൈസ്തല തന്റെ പിതാവിന് കാലശേഷം ഒരു ഈക്വൽ ലിപ്റ്റായി പ്രൈസ്തല തുല്യ ആധാരമുള്ളവന് ഇന്ന് പകൽ ചേർന്ന് പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? ഈ തലമുറയെ, എന്റെ തലമുറയെ സ്വർഗം അഭിഷേകം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 സ്വഭാവം. ഒന്ന് ഈക്വൽ മൈൻഡഡ്, മറ്റൊന്ന് ഈക്വൽ ലിപ്ഡ്. തുല്യ അധരമുള്ളവൻ, അല്ലെന്നുണ്ടെങ്കിൽ തുല്യ ചിത്തൻ. ആ ഭാഗവും ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചില പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നിങ്ങൾ ഈ 1 തിമോത്തിയോസും 2 തിമോത്തിയോസും ഈ ഭാഗങ്ങൾ മാത്രം ഒന്ന് എടുത്തു വെച്ചാൽ മതിയാകും. ഞാൻ വളരെ വേഗത്തിൽ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ച പ്രധാനപ്പെട്ട തലക്കെട്ട് തിമോത്തിയോസ് ആരാകണം, ആരാകരുത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ 2 പേരുകളാ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ആ 2 പേര് ഇച്ചിരി വായിക്കാൻ പാടാ. ഒന്ന് ഫുഗലോസും അടുത്തത് ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അപ്പം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് കരാഗ്രഹത്തിൽ വെച്ച് ഒരു പ്രിസൺ എപ്പിസ്റ്റൽസ്, കരാഗ്രഹ ലേഖനം എഴുതുമ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, ഫുഗലോസിനെയും ഹെർമഗനോസിനെ പോലെ ആരാകരുത്, തിമോത്തിയോസെ നീ ആകരുത്. എന്താ അങ്ങനെ ആകരുത് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം 15-ാമത്തെ വാക്യം, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പൊക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലേക്ക് അഭിഷക്തനായി പൗലോസ് എത്തപ്പെട്ടപ്പം ആസ്യക്കാർ പോയ കൂട്ടത്തിൽ ഈ 2 ചങ്ങാതിമാർ നന്നായി പ്രസംഗിക്കുന്നവരായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകന്മാരായിരുന്നു. എന്നാൽ അപ്പോസ്തലനായി പൗലോസിന്റെ കൂടെ അവർ നിന്നില്ല. ആസ്യക്കാരോടൊപ്പം അവർ മുങ്ങിക്കളഞ്ഞു. അപ്പൊ വളരെ വേഗത്തിൽ അപ്പോസ്തലനായി പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാ, നീ അങ്ങനെയുള്ള ഒരുവൻ ആകരുത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സത്യം വിട്ട് ഓടിപ്പോകുന്നവരാകരുത്. ഈ വാർഷിക സമ്മേളനത്തിൽ എന്നോട് ചേർന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ ആത്മാവിൽ നിയോഗമുണ്ട്? പാസ്റ്റർമാരെ, നിങ്ങളുടെ സഭയിലെ ചെറുപ്പക്കാർ, ഞാൻ ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞ 2 പേര് ഫുഗലോസും ഹെർമഗനോസിനെ പോലെ ആകാതെ, സത്യം കാണുമ്പോൾ ഓടിപ്പോകുന്നവരെ പോകാതെ, എത്ര പേർക്ക് ഇന്ന് പകൽ നിയോഗത്തോടെ പറയാൻ കരുത്തുണ്ട്? തല ഛേദിക്കേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം തലമുറയെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് ഇന്ന് പകൽ എന്നോട് ചേർന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് ഇന്ന് പകൽ നിയോഗമുണ്ട്? ഉലകത്തിലെ സത്യം എന്താ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറയാൻ കരുത്തുണ്ട്. മാറോട് ചേർത്ത് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ പിടിച്ചിരിക്കുന്ന കറുത്ത ബൈൻഡിട്ട സത്യവേദ പുസ്തകമാ. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ ആത്മാവിൽ കരുത്തുണ്ട്? യേശു പറയുകയാ, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ. ഇന്ന് പകൽ ചേർന്ന് ആത്മനിയോഗത്തോടെ പറയാൻ കരുത്തുണ്ടോ? ഒരുപക്ഷെ പ്രാദേശിക മണ്ഡലത്തിലോ പഠിക്കുന്ന കലാലയങ്ങളിലോ പഠിക്കുന്ന ക്യാമ്പസിലോ എന്റെയും നിങ്ങളെ തകർക്കാൻ അസത്യത്തിന്റെ വാദങ്ങൾ പലത് വരുമ്പോ ഇന്ന് പകൽ സ്വാധീനിക്കുവാൻ ഒത്തിരി ശക്തികൾ നമ്മുടെ അടുക്കലേക്ക് അടുത്തു വരുമ്പോ ഇന്ന് പകൽ ശക്തമായി ചേർന്ന് പറ, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ദൈവത്തിന്റെ വചനം എന്റെ അന്തരംഗത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതെന്നെ തകർക്കുന്നതല്ല. കമാൻ, 2 കരകൾ ചേർത്തടിച്ച് ശക്തിയോടെ, ആത്മനിയോഗത്തോടെ, ആത്മബലത്തോടെ ഇന്ന് പകൽ പറഞ്ഞാട്ട് സത്യം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാ. അപ്പൊ 1-ാം അധ്യായത്തിൽ വളരെ കാര്യമായി പറയുന്ന പ്രധാനപ്പെട്ട 2 പേരുകൾ ഫുഗലോസും ഹെർമഗനോസും. അവരെ പോലെ നീ എന്ത് ചെയ്യരുത്? ആകരുത്. അവർ സത്യം വിട്ടിട്ട്
ഓടിപ്പോകുന്നവരാ എന്ന ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത 2 പേരുകൾ അപ്പോസ്തലനായ പൗലോസ് വളരെ കാര്യമായി തിമോത്തിയോസിന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അത് 18-ാമത്തെ വാക്യമാ. എന്താ 18-ാമത്തെ വാക്യത്തിലെ 2 പേരുകൾ? ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അടുത്തത്, അവർ സത്യം വിട്ടു തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അവരുടെ മറ്റൊരു പ്രത്യേകത കൂടി 17-ാമത്തെ വാക്യത്തിൽ പറയുകയാ. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ എന്ത് ചെയ്യും? തിന്നുകൊണ്ടിരിക്കും. അപ്പൊ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 2 പേരുകൾ ഹുമനയോസും ഫിലേത്തോസും. എത്ര പേർ ഇന്ന് പകൽ ഈ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കുന്നുണ്ട്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, തിമോത്തിയോസേ, നീ ഇവരെ പോലെ ആകരുത്. 2-ാമത്തെ അധ്യായത്തിൽ ഈ ഹുമനയോസും ഫിലേത്തോസും സത്യത്തെ വളച്ചൊടിക്കുന്നവരാ. ഒന്നുകൂടി പറഞ്ഞ, അർബുദ വ്യാധി പരത്തുന്നത് പോലെ അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കുകയാ. അർബുദം എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് അറിയാത്ത ആരും തന്നെ ഇല്ല. അതിൻ്റെ ഒരു അണു ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അവയവങ്ങൾ കാർന്ന് തിന്നുന്നത് പോലെ സത്യത്തെ വളച്ചൊടിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ, നമ്മുടെ യുവതലമുറകളെ പ്രാദേശിക സഭയ്ക്കകത്തു നിന്ന്, ആരാധനയ്ക്കകത്തു നിന്ന്, പ്രാർത്ഥനയ്ക്കകത്തു നിന്ന്, ദൈവശക്തിക്കകത്തു നിന്ന് വലിച്ചു മാറ്റാൻ നിരവധി പദ്ധതി ഈ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ എന്നോട് ചേർന്ന് ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ കരങ്ങൾ ഉയർത്തിയ ബന്ധനത്തെ ഒന്ന് ശാസിക്കുക, ആ പോരാട്ടത്തെ ഒന്ന് തകർക്കുക. ഇന്ന് പകൽ ഉണ്മയോടെ ഉജ്ജ്വലമായി കർത്താവിനെ ഉയർത്ത കരുത്തുള്ള എത്ര ദൈവത്തിന്റെ ദാസീദാസന്മാർ ഇതിന്റെ അകത്തുണ്ട്. ഈ പകൽ വളരെ കാര്യമായി ചേർന്ന് പറയാ, ഇന്ന് പകൽ കരുത്തുണ്ടാകട്ടെ. സത്യത്തെ വളച്ചൊടിക്കുന്ന ധാരാളം പദ്ധതികൾ, രാഷ്ട്രീയ ശക്തികൾ, ഇസങ്ങൾ, കലാലയത്തിലെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളിന്റെ സ്വാധീനങ്ങൾ, ഇതൊക്കെ ഓരോന്നോരോന്ന് ഉത്തരോത്തരം ഉയർന്നു വരുമ്പോ ഇന്ന് പകൽ ചേർന്ന് പറയാ, എത്ര പേർക്ക് കരുത്തുണ്ട്? എന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ഒരു വചനമുണ്ട്. പോരാ, ആ കരങ്ങൾ ഉയർത്തി ഇന്ന് പകലൊരു തകർപ്പൻ സ്തോത്രം ചെയ്താട്ട്. ശക്തിയോടെ ഒരിക്കൽ കൂടി ഒന്ന് കരങ്ങൾ ഉയർത്തി ഇന്ന് പകലെന്ന് സ്തോത്രം ചെയ്താട്ട്. ഇവിടെ ഗൂഗിൾ വളർന്നാലും, വാട്സപ്പിന്റെ സംവിധാനങ്ങൾ എത്ര സ്വാധീനങ്ങൾ ചെലുത്തിയാൽ, ഫേസ്ബുക്കോ ട്വിറ്ററോ ടെലഗ്രാമോ ഇൻസ്റ്റഗ്രാമോ എത്ര വളർന്നാലും, യൂട്യൂബ് ചാനലിന്റെ അതിപ്രസരിപ്പ് എത്രത്തോളം ഉയർന്നാലും, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഒത്തിരി സംവിധാനങ്ങൾ നമ്മുടെ കണ്ണിന് ഇമ്പമുള്ളത് താല്പര്യമുള്ളതും ഒക്കെ പോപ്പപ്പ് ചെയ്താലും ഇന്ന് പകൽ അതരം തുറന്ന് ചേർന്ന് പറയാ, ആത്മാവ് കരുത്തുണ്ടാകണം. അതൊന്നും സ്വാധീനിക്കാതെ എന്റെ തലമുറ ഒരു ബൗണ്ടറിക്കകത്ത്, അതിരിനകത്ത് നിർത്താൻ കരുത്തുള്ള ഉലകത്തിൽ ഒന്നുണ്ട്. അതിന്റെ പേര് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ 1-2 നിമിഷങ്ങൾ കരങ്ങളെ തട്ടി അതരങ്ങളെ തുറന്ന് ദൈവത്തിന്റെ ദാസന്മാർ ശക്തിയോടെ ഇന്ന് പകൽ ചേർന്ന് പറയാ, കരുത്തുണ്ടാകട്ടെ. സത്യത്തെ വളച്ചൊടിക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും ഈ വാർഷിക സമ്മേളനത്തിൽ ആത്മാവിലൊന്ന് ബന്ധിക്കാൻ ഒരറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ ഈ ഉച്ചക്കത്തെ സെക്ഷനിൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം. കർത്താവിന്റെ ദാസന്മാരെ അല്പനിമിഷം ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് ആത്മാവിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മുടെ തലമുറകളെ, കലാലയങ്ങള്, വ്യത്യസ്ത രാജ്യങ്ങള് മുഴുവനത്തോടെ വാദിക്കുന്ന ചില ശത്രുവിന്റെ വ്യാപാരങ്ങള് ഇന്ന് പകൽ ശാസിക്കാൻ ഒരു അസാധാരണമായ ദൈവത്തിന്റെ കൃപ ഇന്ന് പകലൊന്ന് വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാരുണ്ടെങ്കിൽ 2 കരകളെ ചേർത്തടിച്ച് ഇന്ന് പകലൊന്ന് ആത്മാവിൽ ജയമേറ്റെടുത്തട്ടെ. സമയം പോകുന്നു. 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം അതിന്റെ 8-ാമത്തെ വാക്യം, അവിടെയും 2 പേരുകൾ പറയുകയാ. യന്നേസും യബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുകയാ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ നോക്കിയിട്ട് പറയുകയാ, നിങ്ങൾ ഈ യന്നേസും യബ്രേസിനെയും പോലെ ആകരുത്. അവരുടെ പ്രത്യേകത എന്താ? സത്യത്തെ മറുത്ത് എതിർത്ത് നിൽക്കുന്നവരാ. വചനം പഠിച്ചാൽ അവർ മോശയുടെ കാലത്തുള്ളവരായിരുന്നു. മന്ത്രവാദികളാ. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, അവരെ സൂക്ഷിക്കണമെന്ന, സത്യത്തെ മറുത്ത്
എതിർത്ത് നിൽക്കുന്ന രണ്ടുപേർ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹ ലേഖനത്തിൽ അല്ലെങ്കിൽ ഒരു ഇടയ ലേഖനത്തിൽ, തൻ്റെ ഫൈനൽ ലേഖനത്തിൽ, അന്തിമ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, എന്നേസും എബ്രേസും സത്യത്തെ മറുത്ത് എതിർത്ത് നിന്നവരാ, മോശയുടെ കാലത്തുണ്ടായിരുന്നവരാ. മന്ത്രവാദം, ആഭിചാരം, ഇതിനൊക്കെ ഒത്തിരി മുൻഗണന കൊടുത്തവരാ. പക്ഷെ തിമോത്തിയോസേ, നീ അവരെ പോലെയാകരുത്, എൻ്റെ ഇഷ്ടം ചെയ്യണം. ഇന്ന് പകൽ എന്നോട് ചേർന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് ആത്മാവിൽ നിയോഗമുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ 10-17 വയസ്സ് വരെ നമ്മോട് കൂടെ വളരുന്നവരാ. അതിനുശേഷം അവർ വ്യത്യസ്ത രാജ്യങ്ങളിലേക്കോ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്കോ പഠനത്തിനായിട്ടൊക്കെ കടന്നു പോകുന്നവരാ. ഫ്രണ്ട് സർക്കിൾ വ്യത്യസ്തമാണ്. ഒരു പക്ഷേ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ സേവിച്ച ധാരാളം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അവരുടെ റൂമിലോ അവരുടെ കലാലയങ്ങളിലോ അവരുടെ പഠനമുറിക്കകത്തോ അവരുടെ ക്ലാസ് റൂമിലോ കാണത്തില്ല. വ്യത്യസ്തരായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം. അവരൊക്കെ സത്യത്തെ മറുത്ത് എന്നേസിനെ പോലെ, എബ്രസിനെ പോലെ എതിർത്ത് നിൽക്കുന്നവരാകാം. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ഈ കാട്ടാക്കട മേഖലയിൽ നടക്കുന്ന കൺവെൻഷന്റെ വാർഷികത്തിൽ 10-14 സെക്ഷനുകൾ, CAക്കകത്ത് ഇന്നലകളിൽ പാടിയ പാട്ടുകൾ, കേട്ട പ്രസംഗത്തിന്റെ ശബ്ദങ്ങൾ, പ്രാദേശിക സഭയിൽ ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു പറഞ്ഞ വേടുകൾ അല്ല, ബിഗിനറിലോ പ്രൈമറിലോ ജൂനിയറിലോ ഇന്റർമീഡിയറ്റിലോ സീനിയർ ക്ലാസ്സുകളിലോ ഒക്കെ വചനം ശക്തിയോടെ ഉണ്മയോടെ പഠിച്ച നിരവധി ചെറുപ്പക്കാരെ നോക്കി ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറയാ, എത്ര പേർക്ക് കരുത്തുണ്ട്? എന്നേസും എബ്രേസും സത്യത്തെ മറുത്ത് എതിർത്ത് നിന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ തലമുറയെ തകർക്കാൻ ഉലകത്തിൽ ഒരു പാതാള ശക്തിക്കും ഇന്ന് പകൽ കഴിയത്തില്ല. ഇന്ന് പകൽ അങ്ങനെയുള്ള തലമുറകൾ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മബലത്തോടെ വിളിച്ചു പറ, ഒരു ദൂതനെ ഞങ്ങൾ അവിടെ കയക്കാൻ പോകുകയാ. ചില താമ്രവാതിലുകളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്ന, ആരാധിക്കണമെങ്കിൽ ആരാധിക്കാം, കരങ്ങളെ തട്ടണമെങ്കിൽ കരങ്ങളെ തട്ട, കരങ്ങളെ ഉയർത്തണമെങ്കിൽ കരങ്ങളെ ഉയർത്ത, കരങ്ങളെ വീശണമെങ്കിൽ കരങ്ങളെ വീശ. ഇന്ന് പകൽ നിന്റെ കയ്യിലുള്ള സത്യവചനത്തെ മറുത്ത് എതിർത്ത് താറുമാറാക്ക. ദുഷ്ടം പ്രബലനായി നിൽക്കുമ്പോ ഈ വാർഷിക സമ്മേളനത്തിൽ എന്നോട് ചേർന്ന് ഇന്ന് പകൽ പറയാൻ എത്ര പേർക്ക് കരുത്തുണ്ട്? ഇന്ന് പകൽ എന്റെ തലമുറ വിട്ടുകൊടുക്കത്തില്ല. വചനത്തിന്റെ ശക്തി എന്റെ തലമുറയ്ക്ക് ഒരു രക്തക്കോട്ടയാ. വചനത്തിന്റെ ശക്തി എന്റെ തലമുറയ്ക്ക് ഇന്ന് പകൽ ഒരു ആധീര. വചനത്തിന്റെ ശക്തി എന്റെ തലമുറയ്ക്ക് ഒരു ശക്തമായ അഭിഷേകമായി. അടുത്ത 1-2 ചിന്തകൾ കൂടി പറഞ്ഞ് വേഗം ഞാൻ മുൻപിലേക്ക് പോകാം. അവിടെ 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായത്തിൽ 2 പേരുകളാ അടുത്ത പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത. 10-ാമത്തെ വാക്യത്തിൽ ദേമാസ്, 14-ാമത്തെ വാക്യത്തിൽ അലക്സാണ്ടർ. എന്താ അവർ ചെയ്ത പ്രശ്നം? സത്യത്തിന് വഴങ്ങാത്തവർ, അനുസരണക്കേട് കാണിക്കുന്നവർ. അപ്പൊ ദേമാസിനെ നോക്കി, അലക്സാണ്ടറിനെ നോക്കി അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുക, 4-ാമത്തെ അധ്യായത്തിൽ, നീ ഇവരെ പോലെയാകരുത്. ഇവർ സത്യത്തിന് വഴങ്ങാത്തവരാ, അനുസരണക്കേട് കാണിക്കുന്നവരാ. അപ്പൊ 4 അധ്യായങ്ങളിൽ ഈ 2 പേരുടെ 4 അധ്യായങ്ങളിലും എഴുതപ്പെട്ട പേര്, ഏതാണ്ട് 8 പേരുടെ പേരുകൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ വരച്ചു കാട്ടിയിട്ട് പറയുകയാ, നീ ഇവരെ പോലെ ആകരുത്. എന്നാൽ നീ ആരെ പോലെ ആകണം? ഹൂ ഷുഡ് ബി പോൾസ് സൺസ്? നീ ആരെ പോലെ ആകണം? എൻ്റെ പുത്രൻ ആരാകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകളുണ്ട്. 2 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, വളരെ കാര്യമായി ആ വാക്യം, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അവിടെ ഉപനിധി സൂക്ഷിക്കുന്ന ഒരുവനായി മാറണം. അവിടെ ഒരു തലക്കെട്ട് കൊടുത്താൽ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഹി ഷുഡ് ബി എ ഫെയ്ത്ത്ഫുൾ സ്റ്റുവർഡ്. ഒരു വിശ്വസ്ത ഗ്രഹവിചാരകനായി മാറണം. ഈ CA വാർഷികത്തിൽ ധാരാളം വിശ്വാസി സമൂഹം, പാസ്റ്റർമാർ, പ്രസ്ബിറ്റർമാർ, യുവതി യുവാക്കന്മാർ
പങ്കുചേരുമ്പോൾ ഇന്ന് പകൽ പറയാൻ ആത്മാവിൽ കരുത്തുണ്ടോ? എന്നെക്കുറിച്ച് എൻ്റെ സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലനായി പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് തിമോത്തിയോസ് ആരാകണമെന്ന് ആഗ്രഹിച്ചതുപോലെ ഈ കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ, ഇവിടെ ഇരിക്കുന്ന പ്രസ്ബിറ്റർമാർ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമുണ്ട്: വിശ്വസ്ത ഗ്രഹവിചാരകന്മാരായി മാറണം. കമാൻ, അധരങ്ങൾ തുറന്ന് ഇന്ന് പകലൊന്ന് സ്തോത്രം ചെയ്യാം. എത്ര പേർക്ക് ആത്മാവിൽ നിയോഗമുണ്ട്? ദൈവം അവിശ്വസ്തന്മാരെയല്ല അന്വേഷിക്കുന്നത്, ദൈവം വലിയ ധനാട്യന്മാരെയല്ല അന്വേഷിക്കുന്നത്, ഒത്തിരി സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉള്ളവരെയല്ല ദൈവം അന്വേഷിക്കുന്നത്, ഒത്തിരി പേഴ്സണാലിറ്റി ഉള്ളവരെയല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തലോ ഒരുപക്ഷെ 4 വീലറോ മുന്തിയ വാഹനമോ മുന്തിയ ബംഗ്ലാവോ സൗദമോ ഉള്ളവരെയല്ല എൻ്റെ കർത്താവ് താല്പര്യപ്പെടുന്നത്. ഇന്ന് പകൽ മേഖലയുടെ വാർഷികത്തിൽ എന്നോട് ചേർന്ന് വിശ്വസിപ്പ എത്ര പേർക്ക് നിയോഗമുണ്ട്? ഇതിൻ്റെ അകത്ത് സാധുക്കളുടെ ആശയ്ക്ക് ഭംഗം വരുത്താതെ, ക്രൈസ്തലോ അല്ലെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ചെറ്റക്കൂരയിൽ വാത്സല്യ മാതാപിതാക്കൾ മുഴങ്കാൽ മടക്കി ക്രൈസ്തല അരച്ചാണ്ട് വയറ് നിറയ്ക്കുക, ഒരു നേരത്തെ ആഹാരം കൊടുക്കാനില്ലാതെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച വാത്സല്യ ഭക്തന്മാരുടെ ചില തലമുറകളിൽ, ഈ തലമുറയിൽ ദൈവത്തിന് ചില വിശ്വസ്തന്മാരെ ആവശ്യമുണ്ട്. കമാ, അതരങ്ങൾ തുറന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ കർത്താവിന് ആത്മനിയോഗത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ കരുത്തുണ്ട്? ഇതിന്റെ അകത്ത് ഒത്തിരി ഡിഗ്രി ഉള്ളവരെ അല്ല ദൈവം അന്വേഷിക്കുന്നത്, ഒത്തിരി ഡോക്ടറേറ്റ് ഉള്ളവരെ അല്ല ദൈവം അന്വേഷിക്കുന്നത്, ഒത്തിരി പേഴ്സണാലിറ്റി ഉള്ളവരെ അല്ല കമാ ഇന്ന് പകൽ ദൈവം അന്വേഷിക്കുന്നത്. ആ 2 കരകൾ ചേർത്തടിച്ച് ശക്തിയോടെ ആത്മബലത്തോടെ അഭിഷേകത്തോടെ പറഞ്ഞാട്ട് ചില വിശ്വസ്തന്മാരെ വിശ്വസ്ത ഗ്രഹവിചാരകനായി മുൻപിലേക്ക് പോകാൻ അപ്പൻ്റെ ഹെറിഡിറ്ററി പിതൃപാരമ്പര്യം നടക്കത്തില്ല, അമ്മയുടെ പിതൃപാരമ്പര്യം നടക്കത്തില്ല. പക്ഷേ അവിടെ വായിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത 1-ാമധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഒരു പരിശുദ്ധാത്മാവുണ്ട് വിശ്വസ്ത ഗ്രഹവിചാരകന്. നീ മുൻപിലേക്ക് കടന്നു പോകുമ്പോൾ തെറ്റ് കാണുമ്പോൾ ഇത് തെറ്റെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറ്റാ, അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാ. നീ മുൻപിലേക്ക് കലാലയങ്ങൾ ജീവിക്കുമ്പോൾ ഇത് തെറ്റാ, ഇത് നിനക്ക് പാടില്ല, ഇതൊരു വിശ്വാസിയാ, നിന്റെ വലിയ അഭിഷേകമുള്ളവനാ, ഞാൻ നിന്നെ വിശ്വസ്തനായി കണ്ടിരിക്കുകയാ, ഇത് നിനക്ക് പാടില്ല എന്ന് പറഞ്ഞ് നിന്റെ പിന്നിലേക്ക് ടേൺ ബാക്ക്, പിൻപിലേക്ക് നടത്താ, വഴി ഡൈവേർട്ട് ചെയ്ത് വിടാ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒന്നുണ്ട്, അതിന്റെ പേര് പരിശുദ്ധാത്മാവെന്ന. പണം കൊടുത്താൽ ലഭിക്കത്തില്ല, മക്കയിൽ പോയാൽ ലഭിക്കത്തില്ല, ശബരിയിൽ പോയാൽ ലഭിക്കത്തില്ല, യെരൂശലേമിൽ പോയാൽ ലഭിക്കത്തില്ല. എന്നാൽ കാത്തിരിക്കുന്നവർ, ഓ സഗിയോൻ മാളിക മുറിയിൽ 120 പേർ കാത്തിരുന്നപ്പോ അന്ത്യകാലത്ത് പകർന്ന ഒരു അഭിഷേകം പോലെ ഈ വാർഷികത്തിൽ, ഈ പകൽ യോഗത്തിൽ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിന്റെ തലമുറ വിശ്വസ്ത ഗ്രഹവിചാരകന്മാരായി മാറേണ്ടതിന് നിന്റെ അകത്ത് പകരുന്ന ഒരഭിഷേകം. ഞാൻ പലപ്പോഴും വചനം പഠിപ്പിക്കുമ്പോൾ പറയാറുള്ളത് പോലെ 2 കാര്യസ്ഥന്മാർ, 2 അഡ്വക്കേറ്റുമാർ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതുപോലെ തന്നെ 1 യോഹന്നാനിൽ കാണുന്നുണ്ട്. ക്രൈസ്തല്ലോ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, 2 കാര്യസ്ഥന്മാരാ നമ്മുടെ അകത്തുള്ളത്. ഒരു കാര്യസ്ഥൻ ഈ ഭൂമിയില്ല, ആ കാര്യസ്ഥൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. എന്നാൽ മറ്റൊരു കാര്യസ്ഥൻ ഉയരത്തിലുണ്ട്, പിതാവായി ദൈവത്തിന്റെ വലതു ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, പാസ്റ്റർ അരുണിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, പാസ്റ്റർ സാബുറ്റി സാമിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, പാസ്റ്റർ BV ജോണിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, പാസ്റ്റർ മഷിക ദാസിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന. കമാൻ, അതരങ്ങൾ തുറന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ സ്തോത്രം ചെയ്യുക ആത്മാവിൽ കരുത്തുണ്ട്? യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ വരുമ്പോ, പരിശുദ്ധാത്മാവ് വരുമ്പോ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എന്നിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മുൻപിലേക്കുള്ള ഗമനാഗമനം അറിയത്തില്ലെങ്കിൽ വഴി നടത്താൻ കരുത്തുള്ള ഒരു പരിശുദ്ധാത്മാവ് ഈ മേഖലയിൽ CA വാർഷികത്തിന്റെ അകത്ത് നെടുകൈ കുറുകെ ഈ പന്തലിൽ വ്യാപരിക്കുന്നു, ചലിക്കുന്നു എന്ന് ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറഞ്ഞ എന്നോട് ചേർന്ന് ആ വചനത്തിന്റെ ശക്തി ഒന്ന് ഏറ്റെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മാവിൽ നിയോഗമുണ്ട്? ഇന്ന് പകൽ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്ത ഗ്രഹവിചാരകന്മാരെ.
അപ്പൊ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് ആഗ്രഹിക്കുകയാ. 1-ാം അധ്യായത്തിലെ 2 പേരെ പോലെയാകരുത്, 2-ാം അധ്യായത്തിലെ 2 പേരെ പോലെയാകരുത്, 3-ാം അധ്യായത്തിലെ 2 പേരെ പോലെയാകരുത്, 4-ാം അധ്യായത്തിലെ 2 പേരെ പോലെയാകരുത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, എന്റെ പുത്രൻ വിശ്വസ്ത ഗ്രഹവിചാരകനായിരിക്കണം. അടുത്ത 2-ാമത്തെ ചിന്ത 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ എന്ത് ചെയ്യുക? 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ എന്ത് ചെയ്യുക? കഷ്ടം സഹിക്കുക. അവിടെ പറയുന്ന 2-ാമത്തെ ചിന്ത, ഹി ഷുഡ് ബി എ ഫെയ്ത്ത്ഫുൾ സോൾഡിയർ. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്യത, നല്ലൊരു ഭടനാകണം. 1-ാമത്തെ വിശ്വസ്ത ഗ്രഹവിചാരകനായി മാറണം. 2-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, ഒരു നല്ല ഭടനായി മാറണം. എത്ര പേർ ഇന്ന് പകൽ ഈ വചനത്തിന്റെ ഒരു ശക്തി ഏറ്റെടുത്തുന്ന സ്തോത്രം ചെയ്യുക? കമാൻ, അതരങ്ങൾ തുറന്ന് ചേർന്ന് പറ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിലുണ്ട്. MDMAക്കോ ലഹരിക്കോ മദ്യപാനത്തിനോ വെറിക്കുത്തിനോ വ്യത്യസ്ത സംവിധാനങ്ങൾക്കോ പാപത്തിന്റെ പ്രവർത്തികൾക്കോ ജഡത്തിന്റെ കിടക്കയിലേക്കോ പോകാതെ ഈ തലമുറയിൽ ഈ തെക്കൻ മേഖലയെ സൂക്ഷിക്കാൻ ദൈവം കണ്ടിട്ടുള്ള ചില ഭടന്മാരാ ഇന്ന് പകൽ ഈ വേദിയിൽ ഇരിക്കുന്നത്. വാത്സല്യ മാതാപിതാക്കളെ, ഒരു തുള്ളി കണ്ണുനീരോടെ നിങ്ങൾ ഇരിക്കുന്ന ചേറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ കരുത്തുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് ആരാകണമെന്ന് ആഗ്രഹിച്ചതുപോലെ എൻ്റെ തലമുറയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാ. ഒരു നല്ല ഭടനായി ഈ തലമുറയിൽ ഈ രാജ്യത്ത് സത്യസുവിശേഷത്തിന്റെ വക്താവായി കേരളത്തെ കീഴ്മേൽ മറിക്കുന്ന തെക്കൻ മേഖലയിലെ ശക്തനായ ഒരു പ്രവാചകനാ, ഒരു ഭൂതോച്ചാടനം അഭിഷേകത്തോടെ ഏറ്റെടുക്കുന്ന ഒരു ശുശ്രൂഷകനാ ഈ തലമുറയിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇന്ന് പകലിന്റെ അകത്തുണ്ട്? ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോട് കൂടെ കമാ അതരങ്ങൾ തുറന്ന് ചേർന്ന് പറ, ഒരു നല്ല ഭടനായി. മൂന്നാമത്തെ ചിന്തയിലേക്ക് സമയം പോകുന്നു. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഒരു കർത്താവിൻ്റെ ദാസനായിട്ട് മാറണം. ഹി ഷുഡ് ബി എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്ന് അവിടെ വളരെ കാര്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാവിലെ ചേർന്ന് പറയാമോ, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അഹന്തയുള്ള, ധാർഷ്ട്യം കാണിക്കുന്ന, നിഗളം കാണിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ എല്ലാവരെയും വെട്ടിനിരത്തുന്ന ഒരു ദാസനായിട്ടല്ല ഇന്ന് പകൽ മാറേണ്ടത്. മറ്റുള്ളവരെ എന്നെക്കാൾ വലിയവനായി കണ്ട് ഈ തലമുറയിൽ കർത്താവേ അങ്ങയുടെ ഒരു ദാസനായി ദാസിയായി തീരാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാ. ഇതിന്റെ അകത്ത് ഉണ്മയോടെ ഉജ്ജ്വലമായി കർത്താവിനൊന്ന് മഹത്വം കൊടുക്കുക. എത്ര പേർക്ക് നിയോഗമുണ്ട്? അക്കാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പറ, ഒരു കർത്താവിന്റെ ദാസനായി ദാസിയായി. അവസാനത്തെ 1-2 ചിന്തകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വചനത്തിൻ്റെ ഭാഗമാണ്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി എന്ത് ചെയ്തിരിക്കുന്നു? വെച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, തിമോത്തിയോസേ, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാ, ഞാൻ പോകാൻ പോകുകയാ. പക്ഷേ എൻ്റെ തലമുറ, എൻ്റെ നിജപുത്രൻ, എൻ്റെ പ്രിയപുത്രൻ ആരാകണമെന്നാണോ ഞാൻ അവസാനം ആഗ്രഹിക്കുന്നത്? കർത്താവിന് വേണ്ടി എൻ്റെ പകരക്കാരനായി മാറണം. കമാ, ആ അധരങ്ങൾ തുറന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹി ഷുഡ് ബി എ ഫെയ്ത്ത്ഫുൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ കൈമാറുന്നു. നിങ്ങളുടെ തലമുറയെ നിങ്ങൾ ഉദരത്തിൽ വഹിച്ചപ്പോ, നിങ്ങൾക്ക് ആൺ തലമുറ പെൺ തലമുറ ജനിക്കുന്നതിന് മുൻപ് കേട്ട നിരവധി പ്രവചനങ്ങൾ കാണാം. നാളിതുവരെ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം. കേട്ട മാതാവ് നിത്യവിശ്രാമത്തിലേക്ക് കടന്നു പോക, പ്രവചിച്ച പ്രവാചകൻ 6 അടി മണ്ണിന്റെ അടിത്തട്ടിൽ ഒതുങ്ങിപ്പോക. ഇന്ന് വരെ ഒരു അഭിഷേകമുള്ള ശുശ്രൂഷകരായി ഈ തലമുറയിൽ ചിലർ പുറത്തു വരാതിരിക്കുക. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുന്നു. പാവപ്പെട്ട മാതാവേ, നീ കേട്ട പ്രവചനം മരിച്ചിട്ടില്ല, ദൂത് മരിച്ചിട്ടില്ല, ദൈവാലോചന
ദൈവാലോചന മരിച്ചിട്ടില്ല, പ്രവചന ശബ്ദം മരിച്ചിട്ടില്ല. കമാ, ആ കരങ്ങളെ തട്ടിയോ കരങ്ങളെ വീശിയോ എന്നോട് ചേർന്ന് ആത്മാവിൽ വിളിച്ചു പറ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം തികയ്ക്കേണ്ടതാ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക. ഈ CA വാർഷികത്തിന്റെ അകത്ത് തെക്കൻ മേഖലയിൽ ഉന്മയോട് ഉജ്ജ്വലമായി ഉള്ള ശബ്ദം മുടുക്കിയെടുത്തിട്ട് ഇന്ന് പകൽ ചേർന്ന് പറ, he should be a faithful substitute. എന്റെ പകരക്കാരനാ ഈ തലമുറയിൽ, എന്റെ തലമുറയെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എത്ര പേർ, എത്ര കർത്താവിന്റെ ദാസന്മാർ ഇന്ന് പകൽ എന്നോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഒരു തകർപ്പൻ സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ നിയോഗമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ നോക്കിയിട്ട് വളരെ കാര്യമായി വിളിച്ചു പറയുകയാ, എന്റെ തലമുറ ആരാകരുത്, സത്യത്തെ വളയ്ക്കുന്നവനാകരുത്, സത്യത്തെ ത്യജിക്കുന്നവനാകരുത്, ഇട്ടിട്ട് പോകുന്നവനാകരുത്. എന്നാൽ ആരാകണമെന്ന് ഇവിടെ പറയുന്ന കാര്യത്തിൽ 4 ചിന്തകൾ. വിശ്വസ്ത ഗ്രഹവിചാരകനാകണം, ഒരു നല്ല ഭടനായി മാറണം. അടുത്ത പ്രധാനപ്പെട്ട ചിന്ത, ലോകമറിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസനായി മാറണം. അത് മാത്രമല്ല, എന്റെ പകരക്കാരനാണ്. കമാൻ, അധരങ്ങൾ തുറന്നൊന്ന് ശക്തിയോടെ ചേർന്ന് പറയാമോ? അടുത്തൊരു 10 പതിറ്റാണ്ട് കഴിയുമ്പോൾ ദക്ഷിണ മേഖല കൺവെൻഷനിൽ നിങ്ങൾ ഇരിക്കുന്ന ചെയറിൽ എന്റെ പകരക്കാരനായി എന്റെ തലമുറ ഇരിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ അധരങ്ങൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്യുക. ഈ വേദിയിൽ നിങ്ങൾക്ക് പകരക്കാരായി നിങ്ങളുടെ പ്രാദേശിക സഭയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന, ഇന്നത്തെ CAയുടെ തദ്ദേശ സഭകളിൽ നേതൃത്വം നൽകുന്ന ആ ചെറുപ്പക്കാരൻ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് പകൽ വിശ്വസിപ്പാൻ കരുത്തുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് ശക്തമായി ചേർന്ന് പറ, എന്റെ തലമുറ എന്റെ പകരക്കാരനായി കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന് വേണ്ടി നിൽക്കും. ഇന്ന് പകൽ വിശ്വാസമുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് ശക്തിയോടെ ഈ പകലൊന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഞാൻ പലപ്പോഴും ഒരു വചനത്തിൻ്റെ ഭാഗം ഇങ്ങനെ യൂത്ത് മീറ്റിങ്ങിൽ സംസാരിക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2 ഹാനോക്കുമാരെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ കയീന്റെ മകൻ ഹാനോക്ക്, 5-ാം അധ്യായത്തിൽ യാരത്തിന്റെ മകൻ ഹാനോക്ക്. ഈ കയീന്റെ മകൻ ഹാനോക്കിന് കയീൻ പണിത് നൽകിയത് ഒരു പട്ടണമാണ്. ഒരു പട്ടണം പണിത് നൽകിയിട്ട് ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു. എന്നാൽ 5-ാം അധ്യായത്തിൽ യാരദ് എന്ന് പറയുന്ന മനുഷ്യന് ഹാനോക്ക് എന്നൊരു തലമുറ ജനിച്ചപ്പോൾ ഒരു പട്ടണമല്ല പണിത് നൽകിയത്, ആ അപ്പൻ നൽകിയത് സ്വർഗത്തിലെ ദൈവത്തെയാ. കമാൻ, അധരങ്ങൾ തുറന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന മാതാപിതാക്കളോട്, ഒരു സുവിശേഷകൻ, ഒരു CA പ്രവർത്തകൻ, ഒരു CAയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ന് പകൽ ഞാൻ ചോദിച്ച് എന്റെ പ്രഭാഷണത്തിന് തിരശ്ശീലയിടാൻ പോകുകയാ. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് പട്ടണത്തെ അല്ലെങ്കിൽ സിറ്റി കൾച്ചർ, പട്ടണത്തിന്റെ സംസ്കാരത്തെ നൽകുമോ? അതോ പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽ മരണത്തെ ജയിച്ച ഒരു ജയത്തിന്റെ അധികാരിയായ ദൈവത്തെ നൽകുമോ? കമാൻ, അധരങ്ങൾ തുറന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്യാൻ കരുത്തുണ്ട്? ഗത്സമനത്തോട്ടം, ഗബദ, ഗോൽഗോത്ത, പച്ച പൈൻമരത്തിൽ 3 അണികളാൽ തറയ്ക്കപ്പെട്ട് ഉഴവുചാല് പോലെ കീറി മുൾക്കിരീടം ശിരസിന് മേൽ അടിച്ചമർത്തി കണ്ണുകളിൽ കൺപോളകൾ തൂങ്ങി ആ കാലിരുമ്പാണികൾ കൈകളിലേക്ക് കാലുകളിലേക്ക് ആഞ്ഞടിച്ച് ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞപ്പോ മരണം കൊണ്ട് ഒതുങ്ങാത്ത, കല്ലറ കൊണ്ട് ഒതുങ്ങാത്ത ഒരു ആരാധ്യനായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ, കമാൻ, അധരങ്ങൾ തുറന്ന് പകൽ ചേർന്ന് പറ, നിന്റെ തലമുറയ്ക്ക് നീ പട്ടണത്തെ നൽകുമോ? അതോ ഇന്ന് പകൽ കർത്താവിനെ നൽകുമോ? കർത്താവിനെ നൽകുമോ? കർത്താവിനെ നൽകുമോ? ഈ CA വാർഷികത്തിൽ വേഗം ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. പാസ്റ്റർ അജീഷ് 1-2 വർഷം, പാസ്റ്റർ അജീഷ് 1-2 വർഷം, പാസ്റ്റർ ഒരു പക്ഷേ അരുൺകുമാർ 2-3 വർഷം ഈ CA പ്രസ്ഥാനത്തിൽ ഒരു പക്ഷേ അപ്പോഴേക്ക് അവരുടെ ഏജ് ഓവറാകും. ആ സമയം ആ ബാറ്റൻ അവർ അടുത്ത തലമുറയിലേക്ക് കൈമാറും. ഈ വാർഷികത്തിൽ വന്ന എത്ര യുവക്കന്മാർ ചേർന്ന് പറയാ കരുത്തുണ്ട്? ഈ കർത്താവിന്റെ ദാസന്മാരുടെ പക്കൽ നിന്ന് ബാറ്റൻ സ്വീകരിക്കുക. ഇന്ന് പകൽ അഭിഷേകത്തോടെ ഈ പകൽ ഞങ്ങൾ മടങ്ങാൻ പോകുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ആധാരങ്ങൾ തുറന്ന് ഒന്ന് ശക്തിയോടെ കർത്താവിന് ഇന്ന് പകൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ. പത്രോസ്ലീഹ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒരു ക്രോസിൽ കുരിശിൽ
തലക്കീഴായിട്ടാണ് പത്രോസിനെ ക്രൂശിൽ തറയ്ക്കുന്നത്. പത്രോസിനെ ക്രൂശിൽ തറയ്ക്കാൻ യേശുവിനെ ക്രൂശിൽ തറച്ചതുപോലെ കൊണ്ടുപോകുമ്പോൾ പത്രോസ് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാ, എന്നെ യേശുവിനെ തറച്ചതുപോലെ തറയ്ക്കരുത്, തലക്കീഴായി ക്രൂശിൽ തറയ്ക്കണം. വേഗത്തിൽ പത്രോസിനോട് അവർ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ താല്പര്യപ്പെടാൻ കാരണം? വേഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത, തലകീഴായി എന്നെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ യേശുവിൻ്റെ പാദത്തിൽ എനിക്ക് ചുംബിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടി ത്യജിക്കാൻ ഞാൻ തയ്യാറല്ല, സത്യം വിട്ടോടാൻ ഞാൻ തയ്യാറല്ല, സത്യം ത്യജിക്കാൻ ഞാൻ തയ്യാറല്ല. യേശുവിൻ്റെ പാദത്തിങ്കൽ ഞാൻ ചുംബിക്കാൻ റെഡിയാണ്. എന്നെ തലവെട്ടിക്കൊന്നാലും, എന്നെ ക്രൂശിൽ തറച്ചാലും, എന്നെ ഇല്ലായ്മ ചെയ്താലും ഞാൻ കർത്താവിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് യോഹന്നാനെ കുറിച്ച്. യേശുവിന്റെ ഇന്നർ സർക്കിളിലുള്ള ഒരു വ്യക്തിയാ. തിളച്ച എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിയുകയാ. പക്ഷെ രോമത്തിനൊരു കേടും പറ്റാതെ യോഹന്നാൻ പുറത്തേക്ക് വരികയാ. അടുത്തൊരു കൊളോസിയത്തിൽ കൊണ്ടു ചെന്നിട്ട് മൃഗങ്ങളെ അഴിച്ചു വിടുകയാ. ആ മൃഗങ്ങൾ അവനെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കൊളോസിയത്തിൽ കണ്ട ആളുകൾ മുഴുക്കെ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഇടയാ. എന്നിട്ടൊരു മരത്തിൽ കെട്ടിയിട്ട് അവനെ തീ കത്തിക്കുകയാ. യോഹന്നാൻ ഒന്നും സംഭവിച്ചില്ല. യോഹന്നാന്റെ മരണം സ്വാഭാവിക മരണമാ. തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോ അവനോട് ആവശ്യപ്പെടുകയാ, കർത്താവിനെ ത്യജിക്കാൻ. കൊളോസിയത്തിൽ മൃഗത്തെ അടിച്ചുവിടുമ്പോ അവനോട് ആവശ്യപ്പെടുകയാ, യേശു ക്രിസ്തുവിനെ ത്യജിക്കാൻ. ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കുമ്പോൾ ആവശ്യപ്പെടുകയാ, യേശുവിനെ ത്യജിക്കാൻ. അവൻ പറഞ്ഞു, ഇല്ല, യേശു ക്രിസ്തു മാത്രം അരുമനാഥൻ, യേശു ക്രിസ്തു മാത്രം ആരാധ്യ, യേശു ക്രിസ്തു മാത്രം സ്തുതിക്ക് യോഗ്യ, യേശു ക്രിസ്തു മാത്രം ബഹുമാനത്തിന് യോഗ്യ, യേശു ക്രിസ്തു മാത്രം പുകഴ്ചയ്ക്ക് യോഗ്യ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി യാക്കോബ്. യേശു ക്രിസ്തുവിന് ഇന്നർ സർക്കിളിലുള്ളവരാ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ. ഹെരോദാവ് ഉത്തരവിടുകയാ. AD 44 ജെറുസലേമിൽ വെച്ച് കഴുത്തറുത്ത് പാവപ്പെട്ട ഭക്തനെ കൊല്ലാനായി തുടങ്ങുമ്പോ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തുടങ്ങുമ്പോ ചോദിക്കുകയാ, യേശുവിനെ ത്യജിച്ചു പറയുമോ? അദ്ദേഹവും പറയുക, ഞങ്ങൾ ത്യജിച്ചു പറയില്ല, ഞാൻ ത്യജിച്ചു പറയില്ല, യേശു ക്രിസ്തു മാത്രമാ ആരാധ്യൻ. തോമസ് ലീഹ ഈ ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്ന കാലഘട്ടങ്ങൾ, ചരിത്രങ്ങൾ എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമാ. AD 52 കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലിറങ്ങിയ ശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. കൊടുങ്ങല്ലൂരും പാലയൂരും അതുപോലെ തന്നെ കോട്ടക്കാവ്, കോക്കമംഗലത്തും ചായലും നിരണത്തും കൊല്ലത്തുമൊക്കെ അനവധി ക്രൈസ്തവ സഭകൾ സ്ഥാപിച്ചിട്ട് വളരെ മൃഗീയമായി മദ്രാസിൽ, മൈലാപ്പൂരിൽ കുന്തം കൊണ്ട് കൊല്ലാൻ ആളുകൾ ആക്രോശിക്കുമ്പം ഈ തോമസ് ലീഹായോട് ആവശ്യപ്പെടുകയാ, കർത്താവിനെ ത്യജിച്ചു പറയാമോ? ആ ഭക്തൻ പറഞ്ഞു, ത്യജിച്ചു പറയത്തില്ല, നോട്ട് ടേണിംഗ് ബാക്ക്, ഞാൻ പിന്മാറത്തില്ല, യേശു ക്രിസ്തു മാത്രമാ ആരാധ്യൻ. കമാൻ, ഒന്ന് അതരം തുറന്ന് ഇന്ന് പകലൊന്ന് സ്തോത്രം ചെയ്യാൻ. യേശു ബാറ്റൻ പത്രോസിന്റെ മേൽ കൈമാറി, പത്രോസ് യാക്കോബിന്റെ മേൽ കൈമാറി, യാക്കോബ് യോഹന്നാന്റെ മേൽ കൈമാറി, യോഹന്നാൻ തോമസ് ലീഹായുടെ മേൽ കൈമാറി. എന്നാൽ 6 മാസം കപ്പലിൽ യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഭക്തൻ, വില്യം ഗേറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. തൻ്റെ ഭാര്യ മാനസിക രോഗിയായിരുന്നു. 2 മക്കൾ രോഗത്തിന് അഡിക്റ്റഡ് ആയിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു പാവപ്പെട്ട ദൈവദാസൻ ഇന്ത്യയിൽ ധാരാളം ഭാഷകളിൽ ബൈബിൾ തർജിമ ചെയ്തു. വളരെ കാര്യമായി ഒത്തിരി പരിഭാഷകളിലേക്ക് എത്തപ്പെട്ടു. ആ വില്യം ഗേറി ഇന്ത്യയുടെ മണ്ണിൽ, അങ്ങ് ബംഗാളിൽ സെറാംപൂരിൽ 6 അടി മണ്ണിന്റെ അടിത്തട്ടിലേക്ക് ഒതുങ്ങി. പക്ഷെ വചനം മരിച്ചിട്ടില്ല. ആ ബാറ്റൻ അടുത്ത ഭക്തന്റെ മേൽ ഇവിടെ വളരെ കാര്യമായി കൈമാറുകയാ. 1-2 വാക്കുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ ജോൺ വിക്ലിഫിന്റെ കയ്യിലും ജോൺ ഹഡ്സന്റെ കയ്യിലും ഒക്കെ ഈ ബാറ്റൻ വളരെ കാര്യമായി കൈമാറുകയാ. അല്ല, 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ പക്കൽ കൈമാറുകയാ. 19-ൽ DL മോഡിയുടെ കയ്യിലേക്ക് കൈമാറുകയാ. 20-21 സാധു സുന്ദർ സിംഗിലേക്കും PV ആശാരിയിലേക്കും തിരുവട്ട കൃഷ്ണൻകുട്ടിയുടെ കയ്യിലേക്കും ഒക്കെ കൈമാറിയ ബാറ്റൻ. കമാൻ, അധരങ്ങൾ തുറന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, വിശ്വാസി സമൂഹം ചേർന്ന് പറ, പൗലോസ് ആഗ്രഹിച്ചതുപോലെ തന്റെ തലമുറ ആരാകണം.
ആരാകരുത്? ഈ ബാറ്റൻ കൈമാറിയ ശക്തനായ ഒരു ഗ്രഹവിചാരകന്, ശക്തനായ ഒരു പടയാളിയാ, ശക്തനായ ഒരു കർത്താവിന്റെ ദാസനാ, എന്റെ പകരക്കാരനായി വിശ്വസിക്കുന്നവർ രണ്ട് കരകളെ ചേർത്തടിച്ച്